അപ്പോൾ വീഡിയോ നമ്പർ 2 നമ്മൾ ആടിനെ അടിച്ചിട്ടില്ലേ ഒന്നിനല്ല കേട്ടാ ഇവിടെ ഈ ഫ്രിഡ്ജിൽ മൊത്തം ആടിനെയും പശുവിനെയും ഒക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഒരു ലോഡ് ശവം. ഇവിടെ 3 പശുവിനെ നമ്മൾ ഇവിടുന്ന് ഫാമിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. വൈൽഡ് ഗോട്ട് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബുച്ചറി കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വെടി വെച്ചിട്ടുള്ള ആടിനെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണേ നോക്കാം. റെഡി പൂപ്പാ. പാപ്പനാണ് കേട്ടോ ബിരിയാണി കഴിക്കണേ. നമ്മുടെ അപ്പച്ചനും നമ്മുടെ ആടിനെ ഇവിടെ നന്നാക്കുന്നുണ്ട്. നമ്മൾ അടിച്ച ആടിനെ കറി വയ്ക്കണില്ല കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നുമല്ല, അടിച്ച ആടൊന്നും ഫ്രിഡ്ജിലും സെറ്റ് ആവട്ടെ. ഇന്നലെ അടിച്ചിട്ടുള്ള 5 ആടുകൾ കിടപ്പുണ്ട്, അതിന് നമുക്ക് കറി വയ്ക്കാം. അപ്പച്ചൻ വീടിയൊക്കെ വലിച്ചിട്ട് തീർന്നു പരിപാടി കേട്ടോ. നല്ല നെയ്യുള്ള ആടാട്ടാ, ബിരിയാണിക്ക് പൊളിച്ച സാധനം. പക്ഷേ ഈ സീസണിലൊക്കെ നല്ല നെയ്യുള്ളതാ. എന്താ പാപ്പ സെറ്റപ്പ്? പാപ്പൻ പറയണ ഇതാണ് മൃഗങ്ങളുടെ മോർച്ചറിന്ന്. എന്താ സെറ്റപ്പ് അല്ലേ? നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, പ്രശ്നമുണ്ട്. പക്ഷെ ഇന്നലെ അടിച്ചിട്ടുള്ള 5 ഗോട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4. ഇപ്പുറത്ത് ഹൈലാൻഡർ ബുൾസ് കിടപ്പുണ്ട്. അപ്പോൾ ലേശം അങ്ങോട്ടേക്ക് നീങ്ങി. നമ്മുടെ മാനായി കിടക്കണം കേട്ടോ. പുള്ളി തൂക്കി നല്ല നെയ്യുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് നീങ്ങി ആ ഹൈലാൻഡർ ബുള്ളിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇവിടെ കിടക്കുന്നു ഹൈലാൻഡർ ബുൾസാണ്. അത് വൈൽഡ് അല്ല കേട്ടോ, ഇവർ ഫാമിൽ ഉണ്ടായിരുന്നതാണ്. ബാക്കി വൈൽഡ് രണ്ടും കൂടെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇതിനെടുത്തിട്ട് ബിരിയാണി വയ്ക്കാം അല്ലേ? എല്ലാം ഏറ്റവും ചെറുത് വയ്ക്കാം, നല്ല അടിപൊളിയായിരിക്കും. വാവ് പാപ്പാ, യു ആർ ദ മെയിൻ. അങ്ങനെ നല്ല രസം. പൊളി പൊളി. പാപ്പാ വെട്ടി മുറുക്കി പാപ്പാ. മുനിമാര് കണ്ടുപിടി. മുനിമാര് നമ്മുടെ ആട് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അടിപൊളി. നല്ല വലിയ ആടാട്ടോ അത്. നമുക്ക് ബിരിയാണിക്ക് കയ്യാണോ നല്ലത് കാലാണോ? ഒരു കാലും ഒരു കയ്യും വാരി എടുക്കാം. വാരി എടുത്ത് നല്ല രസമായിരിക്കും വാരിയല്ലേ. ഒരു മണമില്ല കേട്ടോ. മണല്ലേട്ടാ ശരിക്കില്ല. മൃഗം പോലും അറിയാത്ത നല്ല പീസുകളാട്ടാ. സൂപ്പർ ഇറച്ചിയ. അതെ വാരിയിൽ പടയ്ക്കാം. തികയാണ്ടവരുണ്ട്. ലേശം എല്ലില്ലെങ്കിലേ ഈ എല്ല് നല്ല ടേസ്റ്റാ ബിരിയാണിയിൽ. കിളിച്ചെടുക്കാവനെ. ഒരു കയ്യും കൂടെ ഇടണോ അതൊരു കാലിടണോ? ഓക്കെ എന്നാ. നല്ല മുട്ടി. എന്ത് കിട്ടലും പീസാന്ന് നോക്കിയേ. കാട്ടാടാന്ന് പറയോ കണ്ടു കഴിഞ്ഞാൽ? ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത കാരണം അതിൻ്റെ സ്ട്രക്ചർ കണ്ട കിട്ടലും പീസ് കേട്ടോ. അലുവ മാറിയെടുക്കും. ഇട്ടാൻ പടി ഇറച്ചി കഴിഞ്ഞു കേട്ടോ. 3.5 കിലോ എങ്ങനെയാണെങ്കിലും ഇറച്ചിയുണ്ട്. ഇത്ര മതി നമുക്ക്. ഗുഡ്. നമുക്ക് തോന്നിയിട്ട് ഇനി കറി വയ്ക്കാം. ഇവിടെ ഈ കോഴികൾ കിടന്ന് തല്ലുകൂടുന്നത് കണ്ടോ നിങ്ങൾ? തല്ലുകൂടുന്നത് വേറെ ഒന്നിനല്ല കേട്ടോ, ഇറച്ചി തിന്നാനാണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് കോഴി ഇങ്ങനെ ധാന്യം ചെറുപ്പം തൊട്ടേ തിന്നുന്ന ജീവിയാണെന്നാണ്. ശരിക്കല്ല. കോഴി ഒരു കാലഘട്ടം വരെ ഏറ്റവും കൂടുതൽ തിന്നിരുന്നത് ധാന്യത്തിനേക്കാളും കൂടുതൽ റോഡൻസ് അങ്ങനെയുള്ള ചെറിയ ചത്ത ജീവികളെയൊക്കെ തിന്നിരുന്ന ജീവിയാണ് കേട്ടോ. നമ്മൾ സൗകര്യത്തിന് ഇപ്പോൾ ഗോതമ്പും ചോളമൊക്കെ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് മാംസം കഴിക്കുന്ന ഒരു ജീവിയാണ് കോഴി. ഇവിടുത്തെ കംപ്ലീറ്റ് കോഴിയും തിന്നുന്നത് ധാന്യത്തിനേക്കാളും കൂടുതൽ മീറ്റാണ്. ആ കുഞ്ഞു കോഴി തിന്നണമെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാൽ മണക്കാന്ന് അടിക്കുന്നേ. ആളാവിധം കോഴി ഓരോ പീസ് കൊണ്ടുപോയിട്ട് തിന്നുക. അതിൻ്റെ കൂട്ടത്തിൽ കണ്ട ഒരു കാടക്കോഴി നടക്കുന്നുണ്ട്. ആ കോഴിയുടെ കൂട്ടത്തിൽ ആ കാടക്കോഴി നടക്കണേ. അപ്പുറത്തെ ചാത്തൻ കോഴിയൊക്കെ നിന്നിട്ട് മണക്കാന്നിട്ടാ ഇറച്ചി പീസ് അടിക്കണേ. കുറച്ചൊന്നുമല്ല, നല്ല തീറ്റയാ, നല്ല വിശപ്പിൻ്റെ അസുഖമുള്ള കോഴിയുള്ള. സൂപ്പർ. ലെറ്റ്സ് ഗോ. ഇനി നമ്മുടെ കുറച്ച് തക്കാളി സബോള സാധാ സിമ്പിൾ ബിരിയാണി കേട്ടാ അല്ലേ പാപ്പ? ആഡംബരമില്ല, പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം 100 പോകാനുള്ളതാണ്. ഹവികാഷ് ഈസ് സ്ലീപ്പിംഗ്. ഓക്കെ,
വെൻ ദ ഡിഷസ് നീഡ് ടു ബി ഡൺ അവികാഷ് കം ആൻഡ് ഡു ദ ഡിഷസ്. നല്ല സൂപ്പർ ലൈറ്റിങ്, പുറത്ത് ചെറിയ ചാറ്റൽ മഴ. അവിടെ 2 മണിക്ക് ശേഷം മഴ മാറുന്നാണല്ലോ പറഞ്ഞ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അതാ കുഴപ്പം. ഇതേ നമ്മുടെ ഓൾഡ് സ്കൂൾ സ്റ്റൗവിൻ്റെ മുകളിൽ നമ്മൾ കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ശുദ്ധമായ പശു നെയ്യ്. മാനൂക്ക വുഡിൻ്റെ ഫയറാണ് കേട്ടോ. കിട്ടില്ല സെറ്റപ്പ് അല്ലേ. അടിയിൽ നിന്ന് ഇത് തന്നെ ഓവനാക്കിയിട്ട് വർക്കാവും. കണ്ടേ, ഇത് തന്നെ മുകളിൽ അതിൻ്റെ ചൂട് മുകളിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ പ്ലാൻ ബിയിലേക്ക് മാറുന്നുണ്ടാ. ഈ കുക്കറിൻ്റെ അടിവശം കണ്ട വട്ടനിരിക്കണ കാരണം ഈ സർഫസിലേ കറക്റ്റായിട്ട് കൊള്ളണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാനിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വഴറ്റും. കാരണം ഇതിൻ്റെ അടിവശം കണ്ട നല്ല ചൂടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ആവണില്ല. ഇതിലേക്ക് വെച്ചിട്ട് ഇതിൽ വഴറ്റിയിട്ട് നമുക്ക് ബിരിയാണി ഇതിൽ സെറ്റ് ചെയ്യാം. അടി മുട്ടുന്നില്ലേ കണ്ട, അതിൻ്റെ അടി വളഞ്ഞിട്ടിരിക്കണേ. കോഴി തീറ് കളി ഇത് കണ്ട. കാടക്കോഴിയും ഒരു കോഴിയും തമ്മിൽ ഭയങ്കര കമ്പനി. ഇവിടെ ഭയങ്കര ഒരുമിച്ച് നടക്കണത്. എന്ത് സ്നേഹത്തിൽ നടക്കണേന്നറിയോ? ആ കോഴിയുടെ അടുത്തുനിന്ന് പോണില്ല. അത് നല്ല തലമൊരു പൂവൊക്കെ ഇട്ട്. ഓക്കെ, ബിരിയാണിക്ക് പാപ്പൻ്റെ വക ഉള്ളി സമയം. ഒച്ച വെക്കാൻ വേണ്ടി റെഡിയാണ്. ഒച്ച വെക്കാൻ റെഡിയാ. അത് ഉള്ളി വീണ സൗണ്ട് അല്ലല്ലോ കേട്ട്. ഉള്ളിയാ സൂക്ഷിച്ച് കളിക്കണേ, എവിടെ തൊട്ടാലും ചൂടാ. സൂക്ഷിച്ച് കളിക്കണേ, തൊട്ടാലും ചൂടാ. എവിടെ തൊട്ടാലും ചൂടാ. പാപ്പൻ അവിടെ ഉള്ളി വഴറ്റുന്ന നേരത്ത് നമുക്ക് ഇവിടെ കുറച്ച് തക്കാളി അരിയാം. ആഹാ, നല്ല കത്തി. കുഞ്ഞാന്ന് അരിയണ പാപ്പ. എങ്ങനെ മുറിച്ചാലും അവസാനം അരിയും. ഇത് പാപ്പൻ ഫിലോസഫി ഇല്ലയാ പാപ്പ. പാപ്പ എന്തൊരു ശാന്തത, നല്ല സുഖട്ടാ. ഇടയ്ക്ക് ശാന്തത നല്ലതാ. ആടുങ്ങളവിടെ നിൽക്കുന്നുണ്ടാ 3-4 ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥിരം വനായിരിക്കുന്നേ. ഇവിടെ അപ്പച്ചൻ ഷൂട്ട് ചെയ്യില്ല. ഇവിടെ ഷൂട്ട് ചെയ്യില്ല. ഈ പരിസരങ്ങളിലുള്ള മാനൊന്നും പിടിക്കുകയില്ല. കാരണം അല്ലെങ്കിൽ അതിനെ പിടിവെക്കാൻ സുഖമില്ല. നമുക്കാണ് ഫണ്ണില്ല. നമുക്ക് പിടിവെക്കണമെങ്കിൽ നമുക്ക് വെറുതെ നിന്ന് തരണവരന് ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട്. ഈ കോഴിയുടെ കൂതിപ്പുറകുന്നല്ല ഈ ഇത് മാറുന്നില്ല. അത് പൂല കുറെ നേരം ഒരു ആത്മാന്തം വന്നു ഫ്രണ്ട് പോലെ. അതിന്റെ ഒരു അണ്ണ് വീട മാറേണ്ടി കിടക്കുന്നത്. എന്നാ കോഴിനെ തെറ്റണമെന്നില്ല. അത് ശ്രദ്ധിച്ചാ? ആ പൂങ്കോഴി എന്നാ സെറ്റപ്പാണ് നല്ല നിപ്പേ. ഇവനാണെന്ന് ഇവിടുത്തെ മെയിൻ കളിക്കാരൻ. പാപ്പ അത് കരിഞ്ഞോ? ഇല്ലല്ലോ, കരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ചെറിയൊരു വാടല്ലോ. വാടല ചേട്ടാ. നമ്മുടെ ബിസ്ത കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ലഫല്ലേ നല്ല മട്ടൻ ബിരിയാണി കഴിക്കട്ടെ വരും. എന്താ പാപ്പ? സൂപ്പർ മട്ടൻ ബിരിയാണി. അതാണ്. നല്ല തക്കാളി, നല്ല നിറം. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടിക്കണം കേട്ടാ. ഇത്ര നേരം നിങ്ങൾ പാപ്പൻ്റെ വെടിയല്ലേ കണ്ടേ. ഇനി പാപ്പൻ്റെ ഇടി മസാലൊക്കെ ഉപയോഗിച്ചിട്ട് ഇടിക്കട്ടെ പാപ്പ. ആ പച്ചമുളകും ലൈമും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി. പച്ചമുളക് ചതയ്ക്കുമ്പോൾ താഴെ നിൽക്കുന്ന സാധനത്തമ്മിക്ക് ആവാണ്ട് നോക്കിയോളൂ. ചെറിയൊരു സുഖം കിട്ടും. എന്താ പച്ചമുളക് നിന്റെ ഇടി പോലെ. നിന്റെ വെടി അടിപൊളി. പക്ഷേ ഏടാ നമ്മുടെ ഉള്ളി പോണു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടല്ലോ പാപ്പ. ഇത് കഴിച്ചിട്ട് ഇവര് പറയണേ എന്തെന്ന് ഭയങ്കരമാര് തന്നെ നിങ്ങളെന്ന്. ഇതൊക്കെ എവിടത്ത് പോയിട്ട് പാപ്പ പീച്ചേ പൂട്ടെന്ന് പറയുന്നത്. കാട്ടാടായ കാരണം കുറച്ച് കാട്ടിഞ്ചിയാന്ന് തോന്നുന്നു കേട്ടോ. സെറ്റപ്പായിട്ടാ പാപ്പൻ റെഡി ആക്കിയിട്ടുള്ളത്. ഇടിച്ചിടിച്ചിട്ട് ഇടിച്ചെന്ന് പറയേണ്ടി വരും. സാറില്ല, അപ്പച്ചൻ്റെ അത് വെച്ചിട്ടൊന്നും ഇടിക്കണ്ട. ആൾക്കാരെന്താ വിചാരിക്കുക. ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ മസാലയുണ്ട്, അത് ഇടണം. ഹണ്ടേഴ്സിന് വേണ്ടി മാത്രമുള്ള ബൂംബാങ് എഡിഷൻ ആട്ടാ മസാല. ഹണ്ടിങ് സ്പെഷ്യൽ മസാലയാണ് ഈ മസാല. ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചു തരും പോലും ഇല്ല കേട്ടാ. അങ്ങനത്തെ മസാലയാണ്. മൊത്തട്ടോ അത് മുട്ട, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. അല്ല, മുളക് പൊടി ഇല്ല. ബാക്കി കുറച്ച് മസാല തന്നെ. കുരുമുളക് പൊടി ഉണ്ട്, മുളക് പൊടി ഇല്ല കേട്ടാ. നോ മുളക് പൊടി, അതിനോരം ഗ്രീൻ ചില്ലി. ഓക്കെ, കണ്ട എങ്ങനെയുണ്ട് ഇത്? ഹണ്ടേഴ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുപ്പിയിലിറക്കി വിറ്റ ആൾക്കാർ മേടിക്കോ? പോവും. പിന്നെ നീ പറഞ്ഞ എനിക്ക് ഇതിനുള്ള സ്കില്ല് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും ഉണ്ട്. ഡബിൾ സ്കില്ല്. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് മാത്രം കബേറിനകത്ത്. ഉപ്പ് ടൈം. ഓ നൈസ് മസാല കേട്ടോ പാപ്പ.
നൈസ് സ്മെല്ലും വരുന്നുണ്ട്. നൈസ് സ്മെല്ല്. ഇനി നമ്മുടെ മട്ടൻ അങ്ങോട്ട് പൂച്ചിക്കോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല കളേഴ്സ്, പച്ചയും ഇതും പിന്നെ മൊത്തം അതിൻ്റെ ലൈറ്റിങ്ങും എല്ലാം പൊളി. ഇത് പക്ഷേ ഇതിൻ്റെ ഇറച്ചിയുടെ കളർ നോക്കിയാണ്, അതും യങ് ആയ കാരണേ നമ്മളടിച്ചോ കുറച്ചും കൂടി മൂത്തതാ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പച്ചന്മാർ എനിക്ക് വേണം 4 കോട്ടിന് വെറുതെ തരും. ഓ ഇനി നമ്മുടെ കുറച്ച് രമ്പയിലയും തിലോത്തമ്മയിലയും കരിവേപ്പിലയും ഇട്ടാ ലാഫല്ലേ. ഓ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പച്ചൻ വന്നിട്ട് പറയാം നല്ല മണം വരുന്നുണ്ട്. പൊളിച്ച് മോനെ. ഇത് അടച്ചു വയ്ക്കുക, വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ബിരിയാണി അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്താ അത്രേ ഉള്ളൂ. ഓ ലുക്ക് നൈസ്. എന്നിട്ട് നായിട്ട് കഴിഞ്ഞ് വന്നിട്ട് മാട്ടുക, മണക്കാന്ന് പറഞ്ഞിട്ട് മാട്ടുക. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അതാണ് ജീവിതം. ഇതായിട്ട് നമുക്ക് അരി കയറ്റാം അല്ലേ? കാത്തിരിപ്പ്. പാപ്പ നീ ഉറങ്ങണോ? പാപ്പ മാവുകളി പറഞ്ഞ പോലെയൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു നടി. സുഖമല്ലേ? നല്ല സുഖം. ജനറേറ്റർ അടിക്കുന്ന സൗണ്ടാ സഹിക്കാൻ പറ്റുന്നത്. ഇല്ല കാര്യം നടക്കൂല, കറണ്ട് ഇല്ലാത്തോണ്ടേ ഫുള്ള് ക്ലൗഡി ആയിപ്പോ അല്ലേ? നമ്മൾ വൈകുന്നേരം ക്ലിയർ ആവുമെന്ന് വിചാരിച്ചേ. നാളെ നാളെ രാവിലെ തൊട്ട് വരാം. ശരിയാണോ പാപ്പ? വെതർ അങ്ങനെ കാണില്ല. നല്ലൊരു വെതറല്ലേ? ഇരിക്കാലോ. ആൽക്കോളിക് മൂടല്ലേ? ആൽക്കോളിക് വെതർ. നേരത്തെ കിടക്കുകയും ചെയ്യാം. നേരത്തെ കിടക്കാം. നേരത്തെ രാവിലെ 5 മണിയാകുമ്പോൾ 5 മണിക്ക് തന്നെ ഹണ്ട് തുടങ്ങിയേക്കാം. 5 മണിക്ക് നമ്മൾ റെഡി ആയി. കാരണം 5:40 സൺറൈസ്. നാളെ കളിക്കാൻ പറ്റില്ല. ഇല്ല, നാളെ വളരെ പ്രധാനപ്പെട്ട കറക്റ്റ് ആ സമയത്ത് തന്നെ മഴ പെയ്തൂലോ? പിന്നെ നാളെ ഇതിനുവേണ്ടി നാളെ നല്ല ദിവസമല്ലേ ആയിരിക്കുമോ? പിന്നെ വെതർ എങ്ങനെ പറഞ്ഞേ ആണ് നാവോട്ടെ. ശരിയാ, മഞ്ഞായി നീ പറഞ്ഞ കറക്റ്റാ. അപ്പോൾ ഇനിയിപ്പം അരി ഇടാം. എന്താണെങ്കിലും ബിരിയാണി അല്ലോ, ഇനി ദമ്മിട്ടിട്ട് കയറ്റാം. എന്നിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അതപ്പോൾ നല്ലത്. പുറമൊക്കെ എന്താ കരിവാളിച്ചിട്ടുണ്ടല്ലോ? അല്ല, കയറിൻ്റെ കമ്പവലിയുടെ കയറ്. വടംവലിയുടെ ഇതുണ്ട് ഇവിടെ പിടിച്ചിട്ടില്ലേ? ഹീപ്സ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു ബുള്ള് അവിടെ നിൽക്കുന്നു കേട്ടോ. ഭയങ്കര വലിയ ബുള്ളാണ്. ഈ സ്കൈലൈൻ്റെ അപ്പുറത്ത് ഇവിടെ നോക്കി കാണണോ? ബിഗ് ബുൾ. ഹീസ് വാക്കിംഗ് അപ്പ് ലിറ്റിൽ. നമുക്ക് ബിരിയാണി ശരിയാക്കാം. അരിക്ക് കുറച്ച് നെയ്യ്, ഇതൊക്കെ അവർക്ക് അറിയാം. മസാല. ഓ മണം മണം മണം. ഇതേ ഒരു ലേശം ഗാർലിക്കും ഒരു പച്ചമുളകും. ഇനി നമ്മുടെ ജീരകശാല അരി ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം ബുള്ളിനെ നോക്കിക്കൊണ്ട് അരി കഴിക്കണം അല്ലേ? നല്ല മുട്ടറാണ് രാവിലെ. അവൻ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ എന്ത് ഇവരുടെ പറമ്പ്? ഇനി എന്ത് നിയമം നോക്കാനാ പാപ്പാ? നല്ല ജീരകശാല അരി ആട്ടാ. ടെൻഷൻ ഉണ്ടോ? ആർക്കാ? പുറത്തിരിക്കുന്ന അവന്മാർക്ക് വന്ന സ്ഥിതിക്ക്. ഓ അപ്പച്ചൻ ലാമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫുൾ ഇത്. അതല്ലേ? ഓ ഇനി ഇതേ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, പിന്നെ നമ്മുടെ പാൻഡൻ ലീവ്സ്, കുറച്ച് കരിവേപ്പില, ബൂം. ഇനി ആവശ്യത്തിന് വെള്ളം, ഉപ്പ്. റെഡി സെറ്റ് പാപ്പാ. പാപ്പിന് വെള്ളം. ആ കുക്കറൊന്ന് അടക്കിയോ? ആ കുക്കറല്ല, ആ പശു അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കേട്ടാ അമ്മൂരി. ആ സമയം കൊണ്ട് റഷ്യൻ തീന്ന് ഒരു ജിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്മൈർണോഫ് ആണോ? സ്മൈർണോഫ്. ഓ ഭയങ്കര മോനാ. ഓ സീഗേഴ്സ്. എനിക്ക് ജിന്നിന്റെ ഒരു ഫ്ലേവർ എന്തോ തീരെ പറ്റൂല. സാധനം എടുക്ക്. അരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി അല്ലേ? ഓ അരി റെഡി ഉണ്ട്. ഇങ്ങോട്ട് പറ്റിച്ചോ. തമ്മീനേക്കും പിന്നെ നമ്മുടെ മട്ടൺ എങ്ങനെയുണ്ട് നോക്കിയേ. വനദേവതയുടെ കട. ഓ എല്ലേന്ന് വിട്ടു കേട്ടോ. എല്ലേന്ന് വിട്ടു. ക്യാമറയുടെ മുകളിലേക്ക് പക്ഷെ പുക അടിച്ചിട്ട് കാട്ടാട് എങ്ങനെയുണ്ട്? നല്ലൊരു ഇതേ ഈ പീസ് കടിച്ച് കാണിച്ചോടത്തെ. കുക്കടിൻ്റെ പെർഫെക്റ്റ് ആണോ? റിച്ചാണോ? എന്നാ തമ്മ് കയറ്റി. ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൈ തൊട്ട എങ്ങനെയോ? എന്താ ഭയങ്കര ടേസ്റ്റോടാ. ഭയങ്കര ടേസ്റ്റ്. ജസ്റ്റ് ഇറച്ചി മാത്രം കഴിക്കാം. നിന്ന് കുറച്ച് ഇറച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കോ. ദിസ് ഈസ് ടു ഗുഡ് ബ്രദർ. ഞാൻ അരി ഇട്ടോ. സൂപ്പർ ബിരിയാണി. ഓ
തൂറി മെഴുകിന്ന് പറയുന്ന അരി. അപ്പം ഫിറ്റായിട്ടാ? ഇല്ല, എവിടെ ഫിറ്റ്. ശരിക്കും ചെറിയ സങ്കടമായി പൈപ്പ് നായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടേ. ആ ഒരു സങ്കടമുണ്ട്. അവികാഷ്പുരം ഉള്ളതുകൊണ്ടേ എത്ര പാത്രം വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പുള്ളി കഴിക്കോളും. കേക്കട്ടെ. കുക്കിംഗ് പാത്രം നമ്മൾ ചെയ്താൽ കൊറിയാണ്ടർ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടാ, അല്ലെങ്കിൽ അത് കളർ കിട്ടിയല്ല ചത്തുപോകും. സെറ്റ് ചേട്ടാ. ഞാൻ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസില് പരിപാടി കഴിഞ്ഞു. ഈ പുറത്തിരിക്കുന്ന ഈ കടാകടിയന്മാർക്ക് ഇത് തികയോ? നമ്മൾ തകിപ്പിക്കല്ലേ. എനിക്ക് വേറെ ആരും ടെൻഷൻ ഇല്ല. ഇളയവനാട്ടല്ലോ, അവനൊരു ബ്യൂട്ടി അവിടെ ഇരിക്കട്ടെ. ബിരിയാണി ആയിട്ട് തീരുന്നുണ്ടാ. കൊറിയാണ്ടറും കൂടെ എടുത്തിട്ട് സ്പൂണാ. കൊറിയാണ്ടർ ബിരിയാണി കുക്കിംഗ് പെർഫെക്ഷനാണോ? റൈസ് ഒക്കെ സൂപ്പർ, വെരി നൈസ്. നൈസ് മാമ. ഇറച്ചിന്ന് വിട്ടു പോന്നു. ആഹാ നൈസ്. ഓഹോ മണോ എൻ്റെ അമ്മ. അവർ കഴിക്കുമ്പോണ്ടല്ല, കഴിക്കുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ പീച്ച മുട്ട് സല്യൂട്ട് അടിച്ചേ പറ്റൂ. ഗ്രാൻഡ് മാ സ്റ്റൈൽ കുക്കിംഗ്. ഇഷ്ടംപടി ഫുഡ് ആയില്ലേ മാമ? ഇതും മരുന്ന് ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ബിരിയാണി കേട്ടോ. അല്ലേ? ഫുൾ ഫ്ലേവറാ. ഒന്നും പുറത്തേക്ക് പോകുന്നില്ലോ. ചെമ്പ് ഞാനിപ്പോൾ നാട്ടിൽ ചെന്ന് ബിരിയാണി കേട്ടോ, ഇതുപോലത്തെ കുക്കർ ബിരിയാണി അടിക്കാൻ നാട്ടിൽ ചെന്ന് ഇച്ചിരി പട്ടിഷോ ഞാനാണ്. ഓ നൈസ് വൺ പാപ്പ. Yo, that's us. Come on. That's us, guys. No muck around. The food is ready. See, there are some other goats. So once this food is finished, we can shoot that one down. അവറ്റങ്ങളൊക്കെ വൈൽഡായിട്ടാ. ഇവർ വളർത്തണമെന്നല്ല, പക്ഷെ ഇവിടെ വെടി വയ്ക്കാൻ അനുവദിക്കില്ലേ. ഇവര് താമസിക്കുന്ന ഏരിയ കാരണം ഒക്കെ അവിടെ ഒന്ന് ഉളങ്ങി നിൽക്കും അവന്മാര്, കള്ളന്മാര്. ഓ fresh from the garden. Everything fresh from the garden. Fresh goat. Right. Okay. അപ്പച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പച്ചൻ പ്ലേറ്റ് നിറച്ചെടുക്കുന്നുണ്ട്. No worries. പാപ്പ ഒരുപടി കഴിച്ചിട്ട് പറയാം. എന്താ സന്തോഷം. Now this is very hard. This is professional things. Beautiful, and the meat is very, very tender. Beautiful, eh? The spices just. പാപ്പ മണക്ക പുക മാത്രമുള്ളല്ലോ അവിടെ. ഇന്നിപ്പോ ഇനിയിപ്പോ ഹണ്ട് ഇല്ലേലും കുഴപ്പമില്ല. റഷ്യൻ തീത്തൈലം ഉണ്ട്. റഷ്യൻ തീത്തൈലം. പാപ്പ ഇനി നായിട്ട് വേണ്ട. ഇന്ന് നായിട്ട് വേണ്ട. ഇന്ന് അടിമൂടാ. ഇന്ന് അടിമൂടാണ്, തീറ്റമൂടാ. ഇന്ന് അടിമൂട് തീറ്റമൂട്. എങ്ങനെയുണ്ട്? സൂപ്പറാ. ശരിക്കും അടിപൊളി. നീ ഒരു നല്ലൊരു പീസ് എടുത്ത് വായല്ലോ വെച്ചോ. നല്ല നെയ്യും ഇറച്ചും കൂടെ കൂടിയതാ. ഞാൻ ആ പീസ് ഒന്ന് കടിച്ച് കാണിച്ചേ. അതിനു മുമ്പ് ഉണ്ടല്ലോ റഷ്യൻ തീ കുടിക്കട്ടെ. റഷ്യൻ തീ അത് സഹിക്കാൻ പറ്റത്. മെൽറ്റിങ്ങാ. മെൽറ്റിങ്. Too good, eh? Too good. അടിപൊളി. ഓണാ? Yeah, I'm eating. ചേട്ടാ പ്ലേറ്റ് എടുക്ക്. You want a bone? This food is really good. Oh, thank you. Good, eh? Plenty. Help yourself. Plenty. So, if we catch a tuna, I'm making something else. Yeah, well, you can come catch it with me. എന്താ സെറ്റപ്പ് പാപ്പ? എന്താ റഷ്യൻ തീ ഒരെണ്ണം തരുമോ? പിന്നെ ഒരെണ്ണം അടിക്കട്ടെ. റഷ്യൻ തീ. അപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് വൈകുന്നേരം ഹണ്ട് നടന്നില്ല, പക്ഷെ നാളത്തേക്ക് സെറ്റപ്പ് ആണ് കേട്ടോ. വെതർ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ഇനിയിപ്പോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് വേണമെങ്കിൽ 2-3 മൊയലിനെ പോയിട്ട് നോക്കാം. പക്ഷെ ഇനിയിപ്പോ ഞാൻ എൻജോയ് ചെയ്യാം. ബിരിയാണി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ ഒട്ടുക്കത്തടി അടിക്കണിരുന്ന് വെച്ചു അല്ലേ? ബിരിയാണി ഈ കാട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള ആടിന് ഇത്രയ്ക്ക് രുചിയുണ്ടെന്ന് ഇവർക്ക് തിന്നാൻ മനസ്സിലായത്. മാത്രമല്ല പുള്ളി ഞെട്ടിയപ്പോഴാന്ന് പറയാം 20 മിനിറ്റ് കൊണ്ട് കുക്കായെന്ന് പറഞ്ഞപ്പോ. കുക്കർ കണ്ടിട്ടില്ലല്ലോ. നല്ല ഫ്ലേവർ ഉണ്ട്, ഭയങ്കര ഫ്ലേവർ ഈ കുക്കറിൻ്റെ അകത്തേ. ഞാൻ ഇത് നല്ല ടെക്നിക്കാണ് കേട്ടോ കുക്കറിൻ്റെ അകത്തോട്ടോ. ഫ്ലേവർ മാത്രമല്ല അരി എന്തേനോ നല്ല ദമ്മായി, നല്ല പെർഫെക്റ്റാ. എവറിത്തിങ് പ്രഷർ കുക്കർ. നല്ല ഗോട്ട് കേട്ടോ, നല്ല ഗോട്ട്. സൂപ്പർ ആണോ? യു ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വൈൽഡ് ഗോട്ട്. Julium, no smell, nothing. Yeah, no problem, brother.
You guys done? Some more? Some more, You want please. some more? Yeah, check it. Heaps. റൈസ് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഭയങ്കര ഇറച്ചി അങ്ങോട്ട് ഇതങ്ങോട്ട് സൂപ്പർ ടേസ്റ്റിൽ ഇറച്ചി അല്ലേ? നല്ല ഇറച്ചി കേട്ടോ, സൂപ്പർ ഇറച്ചി. Definitely your people will be so happy to good meat. What's this called? It's called mutton biryani. Mutton biryani. Biryani. Oh, you pronounced it all right. I'm good, eh? Yeah. Oh. Can you buy this from like? You can buy it from the Indian shops. Yeah, you can. വെയിലോ നോക്കിട്ടാ. ഞാൻ പറഞ്ഞില്ലേ വെതർ നോക്കിയപ്പം 7 മിനിറ്റ് വെയിലായിരുന്നു. 7 മിനിറ്റ് 8:30 വരെ. 8 കഴിഞ്ഞ പിന്നെ രാത്രിയല്ല. 8:40 സൺസെറ്റ്. ഗുഡ് വെതർ. പാപ്പ അടി പാപ്പ. ഒന്നും നോക്കാനില്ല. ഒന്നും നോക്കാനില്ല. അടിക പേര് കൂട്ടമണിയെന്ന്. ഈ സ്ഥലം മൊത്തം കടലിൻ്റെ അടിയിലായിരുന്നു പോലും. ബാക്കിൽ പോണാണ്. We should have stayed another 2 more minutes. Yes! കോറും പോ. നീ ഷൂട്ട് ചെയ്യണത് എനിക്ക് എടുക്കാൻ പറ്റില്ലടാ. Fucking mean shot. Fucking massive bull. നിർന്നലിക്ക് അടിച്ച്. നിർന്നലിക്ക്. ഓ നമ്മൾ അവന്റെ ബോൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഇപ്പൊ അപ്പച്ചി പിടിച്ചേക്കണ സാധനം എന്താണെന്നറിയോ?